ഏവർക്കും നമസ്കാരം. എന്റെ പേര് അഖില, ജനറൽ മാനേജർ ഓപ്പറേഷൻസ് ഹോർട്ടികോപ്സ് അഗ്രോകോപ്സ്. ഇന്നത്തെ വെബിനാറിന്റെ വിഷയം വീട്ടിലൊരു അടുക്കളത്തോട്ടം എന്നുള്ളതാണ്. ക്ലാസ് നയിക്കുന്നത് കാവ്യ ചന്ദ്രൻ. അടുക്കളത്തോട്ടത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിച്ചു പോകുന്നത്. അതിൽ കൂടുതലായ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. തുടർന്ന് അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതിനുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഇന്ന് ബേസിക്സ് പറഞ്ഞു പോകുന്നത് കാവ്യ. ഞാൻ കാവ്യയെ ക്ലാസ് നയിക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അടുക്കളത്തോട്ടമാണ്. അടുക്കളത്തോട്ടം എന്ന് പറയുന്ന ഒരു ജനറൽ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. പക്ഷെ ഇനി നമുക്ക് വീക്ക്ലി ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് ബേസിക് ആയിട്ട് എല്ലാം അറിഞ്ഞിരുന്നാലേ മുന്നോട്ട് പോകുമ്പോൾ ഡൗട്ട് ഒന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു അടുക്കളത്തോട്ടം തുടങ്ങാണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് പച്ചക്കറി എന്നത് പറയുന്നത്. അപ്പൊ സയന്റിഫിക്കലി പറഞ്ഞ പച്ചക്കറി നമ്മൾ ഒരു ദിവസം ഒരു 200 മുതൽ 300 ഗ്രാം വരെ നമ്മൾ കൺസ്യൂം ചെയ്യണമെന്നാണ്. പക്ഷെ നമ്മൾ അത്രയും കഴിക്കുന്നില്ല. പിന്നെ നമ്മൾ പച്ചക്കറി കഴിക്കുമ്പോൾ നല്ല ഗുണമേന്മയുള്ളതും പോഷക സമൃദ്ധമായിട്ടുള്ള പച്ചക്കറി കഴിച്ചിട്ടേ ഗുണങ്ങളുള്ളൂ. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളിലും രാസ കീടനാശിനി ഉപയോഗിച്ചിട്ടാണ് അത് വളരുന്നത്. അതുകൊണ്ട് തന്നെ വിഷാംശം നിറഞ്ഞതാണ്. ഇപ്പം കറിവേപ്പില ആയിക്കോട്ടെ, മല്ലിയില ആയിക്കോട്ടെ, പച്ചമുളകിൽ വരെ വിഷാംശം നിറഞ്ഞതാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യത്തോടെ നമുക്കൊരു ഹെൽത്ത് വേണമെങ്കിൽ നമ്മളായിട്ട് സ്വന്തമായിട്ട് നമ്മുടെ ഒരു അടുക്കളത്തോട്ടത്തിലൂടെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അടുക്കളത്തോട്ടം ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് കുറച്ച് ബേസിക് ആയിട്ട് എന്തൊക്കെയാ പ്രൈമറിലി വേണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് സ്ഥലം തിരഞ്ഞെടുക്കലാണ്. ഇപ്പം അടുക്കള തോട്ടത്തിൽ കൃത്യമായിട്ട് ഇന്ന പ്ലേസ് തന്നെ എടുക്കാവൂ എന്നങ്ങനെയൊന്നുമില്ല. ഏത് ആകൃതിയിലോ വിസ്തൃതിയോ ഉള്ള പ്ലേസ് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഒന്ന് നമ്മൾ നോക്കേണ്ടത് വെള്ളം പോവാതെ നിൽക്കുന്ന വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ കൃഷി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ അതേപോലെ തന്നെ കുളിമുറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന സോപ്പ് ലായനിയും ഡിറ്റർജന്റും കറക്റ്റ് ആയിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ വരുന്ന പ്ലേസസ് നമ്മൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ അടുക്കളത്തോട്ടം എപ്പോഴും നമ്മൾ തെരഞ്ഞെടുക്കുമ്പം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര മെമ്പർ ഉണ്ടോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ അടുക്കളത്തോട്ടത്തിന്റെ കൃഷിയിടം സെലക്ട് ചെയ്യാൻ. ഇപ്പൊ 2 ആൾക്കാരെ ഉള്ളൂ എങ്കിൽ നമ്മൾ 10 സെന്റ് സ്ഥലം എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം 2 ആളുണ്ടെങ്കിൽ അവിടെ 1 സെന്റോ 2 സെന്റോ പ്ലേസ് എടുക്കേണ്ട ആവശ്യം നമുക്കുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ ഭൂമി തയ്യാറാക്കലാണ്. ഭൂമി തയ്യാറാക്കൽ എന്ന് പറയുമ്പോൾ 30 മുതൽ 40 സെന്റിമീറ്റർ താഴ്ചയായിട്ട് നമ്മൾ മണ്ണിളക്കിയിട്ട് ആ ഭൂമിയിൽ എന്തെങ്കിലും കല്ലോ കട്ടയോ കളയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുക. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യും മുന്നേ മണ്ണ് നമ്മൾ താപീകരിക്കണം. അതായത് ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ തന്നെ നമ്മൾ ആ മണ്ണിനെ നല്ലപോലെ വെയിൽ കൊള്ളിക്കുക. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ സോളറൈസേഷൻ മെത്തേഡ് എന്ന് പറയും. ഇതുവഴി നമുക്ക് എന്തായാലും ഈ മൂട് ചെയ്യൽ പോലെ രോഗങ്ങളൊക്കെ വരുന്ന കീടങ്ങൾ ഇല്ലാതാക്കാനും അതേപോലെ തണ്ടുതുരപ്പൻ പുഴുക്കള് ഈ കീടങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണ് താപീകരിക്കുന്നത്. അതേസമയം നമ്മൾ ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ നമ്മൾ 1 ആഴ്ചയോ 2 ആഴ്ചയോ വെയിൽ കൊള്ളിച്ച മണ്ണ് നമുക്ക് ഗ്രോ ബാഗിൽ നടാവുന്നതാണ്. ഇപ്പൊ ഗ്രോ ബാഗിലാണ് ഇപ്പം ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് സ്ഥലം ഇല്ലായിരിക്കും. അതേപോലെ പറമ്പൊന്നും ഇല്ലാത്തവർക്ക് ടെറസ് കൾട്ടിവേഷൻ ആയിരിക്കും ചെയ്യുന്നത്. അവരൊക്കെ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഗ്രോ ബാഗിൽ നടാം. അപ്പൊ ഗ്രോ ബാഗിൽ തന്നെ നിങ്ങൾ ചാണകപ്പൊടി, മേൽമണ്ണ്, മണൽ ഇതൊക്കെ 3ഉം ഈക്വൽ എമൗണ്ടിൽ എടുക്കുക. ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗ് നടാം. ഇനി അതും കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് എടുക്കുക. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ചാണകപ്പൊടിയും ചകിരി കമ്പോസ്റ്റും ഉണ്ടെങ്കിൽ അത് 2 മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ചാണകപ്പൊടിയും മണ്ണും തമ്മിൽ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ അവൈലബിൾ ആയിട്ടുള്ളോ അത് നിറച്ചിട്ട് ഗ്രോ ബാഗ് നടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിത്ത് നല്ല വിത്താണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിത്താണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിള കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ വിത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നല്ല ഗുണമേന്മയുള്ള ഹൈബ്രിഡ് വിത്തുകൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
പിന്നെ ഒരിക്കലും കൂടുതൽ ഉണങ്ങിയ വിത്തുകൾ എടുക്കരുത്. കാരണം കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിലേ വിത്തുകൾ ജെർമിനേറ്റ് ചെയ്ത് വരത്തുള്ളൂ. നല്ല വിത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് നല്ല ഉണങ്ങിയ വിത്ത് നമ്മൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ പൂപ്പൽ വന്ന വിത്തൊന്നും തിരഞ്ഞെടുക്കരുത്, എങ്കിൽ നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റി ഒന്നും കിട്ടത്തില്ല. അപ്പൊ നല്ല വിത്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വിത്തിൽ തന്നെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് തന്നെ ഒരു ക്ലാസ് വേണ്ടി വരും. അതുകൊണ്ട് ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, നമ്മുടെ വിത്തിന് നമ്മൾ നടുമ്പോ ഇപ്പം ഒരു 1.5 സെന്റിമീറ്റർ പാവലിന് നീളം ഉണ്ടെങ്കിൽ നമുക്ക് 1.5 സെന്റിമീറ്റർ താഴ്ത്ത് നട്ടാൽ മതി. കൂടുതൽ ഡീപ്പിൽ താഴ്ത്ത് നടാണ്ട് ആവശ്യമില്ല, എങ്കിൽ അതിന്റെ ജനറേഷൻ ടൈം കൂടുതൽ എടുത്തിട്ട് അത് മുളച്ചെടുത്തുള്ളൂ. അപ്പൊ എത്രയാണോ വിത്ത് അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് താഴ്ത്തി നട്ടാൽ മതി. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് സുരക്ഷാ വേലികളാണ്. ഇപ്പം നമുക്ക് അടുക്കള തോട്ടത്തില് എല്ലാം നമുക്ക് തിക്കി തിരക്കി നമ്മൾ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരാൾക്ക് പോവാണ്ട സ്പേസ് ഇട്ടിട്ട് വേണം 2 സൈഡിലും നമ്മൾ നടാൻ വേണ്ടിയിട്ട്. ഇപ്പം അതായത് ഇപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് വെള്ളം നനയ്ക്കണമെങ്കിലോ എന്തെങ്കിലും കീടബാധ വന്ന് അതിന് എതിരെ നോക്കണമെങ്കിലോ എങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ സ്പേസ് കൊടുക്കണം. അതേപോലെ ഇപ്പൊ തോട്ടത്തിന്റെ സുരക്ഷാ വേലിയായിട്ട് നമുക്ക് ചെഗുർമേനിയാസ് എന്ന് പറഞ്ഞൊരു ഒരു ചീരവർഗത്തിൽപ്പെട്ടതാണ്, അത് നടാവുന്നതാണ്. ചെഗുർമേനിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ മധുര ചീര എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിനെ മൾട്ടി വിറ്റമിൻ ഗ്രീൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ വൈറ്റമിൻ ഡെഫിഷ്യൻസീസിനൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചീരയാണ്. ആ ചീര നമ്മൾ സുരക്ഷാ വേലിയായിട്ട് മീൻസ് അടുക്കളത്തോട്ടത്തിന്റെ സൈഡുകളിൽ നടുകയാണെങ്കിൽ അടുക്കളത്തോട്ടത്തിന് ഒരു സുരക്ഷാ വേലിയും ആവും, നമുക്കൊരു ഫുഡും ആവും. അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അടുക്കളത്തോട്ടത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ അടുക്കളത്തോട്ടത്തിൽ മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ വീട്ടിലെ ആൾക്കാർക്ക് എന്താണോ ഇഷ്ടം ആ പച്ചക്കറി നടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് സീസൺ അനുസരിച്ച് ഇപ്പം പച്ചമുളകൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വേണ്ട ഒരു പച്ചക്കറി തന്നെയാണ്. അതേപോലെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിലൊക്കെ കൂടുതൽ വിഷാംശം അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾക്ക് വിപണിയിൽ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ പച്ചക്കറികളുടെ സ്ഥാനം ഇപ്പൊ ദീർഘകാലം നമുക്ക് കിട്ടുന്ന വിളകളാണെങ്കിൽ അതായത് പപ്പായ, വാഴ, ഇതൊക്കെ ഒരിക്കലും അടുക്കള തോട്ടത്തിന്റെ നടുക്ക് കൊണ്ട് നടരുത്. ഒരു സൈഡിലായിട്ട് വേണം നടാൻ. ഒരു വടക്ക് ഭാഗമൊക്കെ ആയിട്ട് നട്ടാൽ, അതായത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ അടുക്കള തോട്ടത്തിന് വേണ്ടിയിട്ട്. അപ്പം നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടന്ന് നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ദീർഘകാല വിളവുകളൊക്കെ പച്ചക്കറി തോട്ടത്തിന്റെ നടുക്ക് നമ്മൾ നട്ടാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പച്ചക്കറിക്ക് സൂര്യപ്രകാശം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദീർഘകാല വിളവ് ഒരു സൈഡിൽ മാത്രം നടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ദീർഘകാല വിളവ് നടന്നതിന് നമുക്ക് നടുക്ക് തന്നെ അതിന്റെ ഇടകളായിട്ട് തന്നെ ചേനയോ ചേമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടാവുന്നതാണ്. പിന്നെ പച്ചക്കറികൾ ഓരോന്നും നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഇഷ്ടം അതനുസരിച്ച് പച്ചക്കറി സെലക്ട് ചെയ്യാം. പിന്നെ ക്ലൈമറ്റും കൂടെ നോക്കണം. ക്ലൈമറ്റും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ശീതകാല ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് ശീതകാല പച്ചക്കറികൾ നടാൻ പാടില്ല. അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ പച്ചക്കറി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വളപ്രയോഗം, ഞാൻ വളപ്രയോഗങ്ങളൊന്നും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ മണ്ണ് നല്ലപോലെ ഇളക്കിയിട്ട് ഉടനെ തന്നെ നമ്മൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവെ pH അതായത് അസിഡിക് മണ്ണാണ്. pH കുറഞ്ഞ അസിഡിക് ആയിട്ടുള്ള മണ്ണാണ് നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ. എല്ലാ സ്ഥലത്തും ഞാൻ പറയുന്നില്ല, എക്സെപ്ഷൻസ് ഉണ്ട്. സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പൊതുവെ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അസിഡിക് സോയിലാണ്. അപ്പൊ അസിഡിക് സോയിൽ നമ്മൾ pH കുറവാണ്. നമ്മൾ pH കൂട്ടി ഒരു സ്റ്റേജിൽ എത്തിയിട്ട് വേണം നമ്മൾ ചെടികൾ നടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുമ്മായി ആഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ജൈവ രീതിയിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് പച്ചക്കക്കപ്പൊടി എന്ന് പറയും. ക്ലാംഷെൽ പൗഡർ എന്നാണ് പറയുന്നത്. അത് നമുക്ക് അഗ്രോകോപ്സിൽ കിട്ടുന്നതാണ് ഈ പച്ചക്കക്കപ്പൊടി എന്ന് പറയുന്നത്. ഈ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറയാം. കുമ്മായി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. അതിന്റെ പെട്ടെന്ന് റിലീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ അത് pH കൂട്ടിയിട്ട് പെട്ടെന്ന് അതിന്റെ ഫലം തന്നെ പോകും. പക്ഷെ അതേസമയം നമ്മൾ പച്ചക്കക്കപ്പൊടി ആഡ് ചെയ്താന്ന് വെച്ചാൽ കാൽഷ്യം കണ്ടന്റ് ഉണ്ട്. അത് പതിയെ ഭൂമിയിൽ വിഘടിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്രോപ്പ് നടന്ന ആ ക്രോപ്പിനുള്ള ആ സീസൺ കംപ്ലീറ്റ് ആവുന്നത് വരെ ആ ഒരു pH കറക്റ്റ് ബഫറിംഗ് ആയിട്ട് പോകും. അതുകൊണ്ട് അതാണ് ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കണം. ഗ്യാപ്പ് കൊടുത്തിട്ട് മാത്രം വേണം അടുത്ത് നമ്മൾ ജൈവ വളം നടാൻ വേണ്ടിയിട്ട്. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ജൈവ വളം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പം ചാണകപ്പൊടി നമുക്ക് ചേർക്കാം. ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ അതേപോലെ കോഴി കാഷ്ടമോ എന്താണോ അവിടെ കിട്ടുന്നത് അത് നമുക്ക് ആഡ് ചെയ്യുന്നു. ഒരിക്കലും രണ്ടും ഒരുമിച്ച് ആഡ് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സിന് അത് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല.
കൂടുതലായി പോയാലും പ്രശ്നമാണ്, കുറച്ചേ ഉണ്ടെങ്കിൽ അത് ഡെഫിഷ്യന്റും ആയിപ്പോ. അതായത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ നമ്മൾ പച്ചക്കറി ആഡ് ചെയ്യുമ്പോൾ പച്ചക്കറി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 ഗ്രാം ട്രൈക്കോഡെർമയോ 10 ഗ്രാം സീഡോമോണസോ ഇതൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബയോ കൺട്രോൾ ഏജൻസ് ആണ്. ഈ ട്രൈക്കോഡെർമയും സീഡോമോണസ് ഒക്കെ ഇത് ചെടികളെ കൂടുതൽ ആരോഗ്യമായിട്ട് വളർത്താനും നല്ലപോലെ ഈൽഡ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ബയോ കൺട്രോൾ ഏജൻസ് ആണ് ഈ ട്രൈക്കോഡെർമ സീഡോമോണസ് ഒക്കെ. അപ്പൊ പച്ചക്കറികൾ നടുന്നതിന് മുന്നേ ഒരു 10 ഗ്രാം ഒക്കെ ഗ്രോ ബാഗിലോ ഇതൊക്കെ ഒന്ന് വെതറി കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പച്ചക്കറി നട്ടാൽ കുറച്ച് നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് നല്ല ഗുണമേന്മയുള്ള എന്താ നല്ല ഗുണമേന്മയുള്ള വിളവ് നമുക്ക് കിട്ടും. അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, വളപ്രയോഗങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് കുറച്ച് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഒരേ കുടുംബത്തിൽപ്പെട്ട വിളകൾ നമ്മൾ അടുത്തടുത്ത് നടാറ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ വഴുതന, തക്കാളി, മുളക് ഇതൊക്കെയാണെങ്കിൽ സൊലനേസി ഫാമിലിയിൽ പെട്ടതാണ്. ഇത് ഒരിക്കലും നമ്മൾ ഒരുമിച്ച് നടാൻ പാടില്ല. ഒരുമിച്ച് നട്ടാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ മുളകിന് നമുക്ക് ഒരു വൈറൽ രോഗം വന്നു എന്ന് വെച്ച് അത് ഉടനെ തന്നെ അടുത്ത് നിൽക്കുന്ന വഴുതനയ്ക്ക് പകരും. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരേ കുടുംബത്തിൽപ്പെട്ട വിളകള് അടുത്തടുത്ത് നടരുത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രോ ബാഗിലൊക്കെയാണ് നടുന്നതെങ്കിൽ ഒരു വിള തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടാതിരിക്കുക. ഇപ്പം ഒന്ന് നട്ടിട്ട് ഇപ്പൊ വഴുതന നട്ടിട്ട് അടുത്ത് പയർ നടാം. പയർ നടുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം പയറിൽ റൈസോബിയം ബാക്ടീരിയ ഉണ്ട്, റൂട്ട് നോഡ്യൂൾസ് ഇല്ല, അങ്ങനെ നൈട്രജന്റെ ഫിക്സേഷൻ കൂടും. അങ്ങനെ വേറെ കുടുംബത്തിൽപ്പെട്ട ഇത് റൊട്ടേറ്റ് ചെയ്ത്, അതായത് ക്രോപ്പ് റൊട്ടേഷൻ ചെയ്യുക. ഒരു വിള മാത്രം ഒരു സ്ഥലത്ത് നടാതിരിക്കുക. എങ്കിൽ കൂടുതൽ ഇപ്പം നമ്മൾ പെസ്റ്റിന്റെ അത് നെക്സ്റ്റ് അടുത്ത കാര്യം പറയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പച്ചക്കറി നടുന്നതിന് മുന്നേ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഈ വേപ്പിൻ പിണ്ണാക്കില് നാച്ചുറലി ആയിട്ടുള്ള കുറച്ച് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ ആസിഡാക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഈ നീമിലുണ്ട്. അപ്പം ഈ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ പച്ചക്കറി നടുന്നതിന് മുന്നേ അതിനുശേഷം ഒന്ന് ആഡ് ചെയ്താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഇത് നിമാവിരകൾക്കെതിരെയും വേറുള്ള കീടങ്ങൾക്ക് എതിരായിട്ട് നല്ലതാണ്. അപ്പം നമുക്ക് ചെടികളെ സംരക്ഷിക്കാനും ഒക്കെ തരും. പിന്നെ നമ്മൾ എന്തെങ്കിലും വളപ്രയോഗം, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ എന്തെങ്കിലും നമ്മൾ നടാണ്ടാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു പൊടിക്കൈയായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് കുമ്മായത്തിനോ പച്ചതൊക്കെ പൊടിക്കോ പകരം നമുക്കിപ്പം ഗ്രോ ബാഗില് നാടൻ മുട്ടത്തോടുണ്ടല്ലോ, അത് വെതറി കൊടുക്കാം. ഇത് വെതറി കൊടുത്താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒച്ചുകളെ ഇങ്ങനെ നമുക്ക് വെതറി കൊടുക്കുന്നതിലോട് തടയും. ഒച്ചുകൾ വന്ന് നമ്മുടെ ചെടിയെ ആക്രമിക്കുന്നത് കാര്യം. ഇപ്പൊ ഈ അടുക്കളത്തോട്ടത്തിന്റെ കാര്യം, നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടുന്നതിൽ മാത്രം കാര്യമില്ല. ഇപ്പൊ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. അയ്യോ, ഇത്രയും നമ്മുടെ വളർന്നല്ലോ വിളകൾ എന്നുള്ള സന്തോഷം നമുക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടുന്ന വിളകളിൽ മാത്രമല്ല, നമുക്ക് ചെന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ, നമ്മുടെ വീട്ടിന്റെ അടുത്താണ് പച്ചക്കറി തോട്ടം അടുക്കളത്തോട്ടം സെലക്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് നല്ലപോലെ പരിചരിക്കാണ്ട് ടൈം കൂടുതൽ കിട്ടും. പിന്നെ വളപ്രയോഗങ്ങളുടെ കാര്യം പറഞ്ഞാൽ, നമുക്ക് ചാരം ആഡ് ചെയ്ത് കൊടുക്കാന്നാണ്. ഇപ്പൊ അത് കുറെ കർഷകര് ചാരം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ചാരത്തിൽ കൂടുതലായിട്ട് കാൽഷ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് കായ്ച്ചകളെ മറ്റു കീടങ്ങളൊക്കെ എതിരായിട്ട് നല്ലതാണ്. പിന്നെ ഒരുപാട് ജൈവ കീടനാശിനികളുണ്ട്. അതിലിപ്പം വേപ്പധിഷ്ഠിതമായിട്ടുള്ള എല്ലാ കീടനാശിനികളും നല്ലതാണ്. ഒന്നാമത്തതായിട്ടുള്ളത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. ഇത് ഈ ചിത്രകീടം പോലുള്ള കീടങ്ങൾക്കെതിരെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും അതായത് സോഡാപ്പൊടിയും എഡിബിൾ ആയിട്ടുള്ള ഓയിലും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സൂട്ടി മോൾഡുള്ള, അതായത് ഈ ബ്ലാക്ക് ആയിട്ടുള്ള പൂപ്പൽ വരുന്നിടത്തൊക്കെ പ്രയോഗിച്ചാൽ നല്ലതാണ്. അതേപോലെ പൂക്കൊഴിച്ചിലൊക്കെ ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് പാൽക്കായം വെള്ളത്തിൽ കലക്കി ചേർക്കാവുന്ന, അതായത് ഇപ്പം നമുക്ക് ജൈവ രീതിയിൽ കുറേ അധികം മെത്തേഡ്സ് ഉണ്ട് നമുക്ക് കീടങ്ങൾക്ക് എതിരായിട്ടുള്ളത്. അങ്ങനെ ഗോമൂത്രം, കാന്താരി മുളകൊക്കെ മിശ്രിതങ്ങള് നല്ലതാണ്. അതേപോലെ പുകയില കഷായങ്ങള്. പിന്നെ നമുക്ക് ഈ വീട്ടിലൊക്കെ ബാക്കി വരുന്ന തേയില ചണ്ടി ഉണ്ട്, അത് നമുക്ക് ചെടികളുടെ മൂട്ടിലിട്ട് കൊടുക്കാനാണ്. പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. പക്ഷെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും കഞ്ഞിവെള്ളം നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കരുത്. നേർപ്പിച്ചിട്ട് വേണം നമ്മൾ കൊണ്ട്
ചെടിയിൽ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഉപ്പുള്ള കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം കെമിക്കൽ ആയതുകൊണ്ട് ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത്. പ്രത്യേകിച്ച് ഈ കറിവേപ്പിലയിലൊക്കെ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഉള്ളിയുടെ തൊലിയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിയുടെ തൊലി, അതൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനമല്ലേ, നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ടുവന്ന് ചെടികളുടെ മൂട്ടിലിടുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഈ മാതളത്തിന്റെ തൊലി, പിന്നെ നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരും. മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിക്ക് നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ബീട്രൂട്ട് കൊണ്ടിട്ടുള്ള ഒരു മിക്സ്ചർ ആണെന്ന് പറയുന്നത്. ബീട്രൂട്ട് നമ്മുടെ വെള്ളത്തിൽ 5-6 ദിവസം ഇട്ട് വെച്ചിട്ട് ബീട്രൂട്ടിന്റെ കളറിൽ ആ വെള്ളം വരുമ്പോൾ ആ വെള്ളം എടുത്ത് വെച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കുന്നത് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ചെടികൾക്ക് മാറ്റാൻ വളരെയധികം ഉള്ള നല്ലൊരു മെത്തേഡാണ്. അങ്ങനെ പല പല മെത്തേഡ് നമുക്കുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ച് മാത്രമേ പറയുന്നു. ഞാൻ കെമിക്കൽസ് ഒന്നും പറയുന്നില്ല, ഓർഗാനിക് ആണ്. കാരണം നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതിന്റെ ആവശ്യം. ആ പച്ചക്കറികളാണ് നമുക്ക് കഴിക്കാനും നല്ലത്. പിന്നെ അടുത്തുള്ളത് ഇപ്പൊ വേനൽക്കാലമാണ്. മാർച്ച് മാസത്തിൽ നമുക്കറിയാം നമ്മൾ ശീതകാല പച്ചക്കറികളൊന്നും നട്ടിട്ട് കാര്യമില്ല, ഭയങ്കര അധികം ചൂടാണ്. അപ്പം കുറച്ച് വിളകളാണ് നടേണ്ടത്. അപ്പൊ മാർച്ച് മാസത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് നമുക്ക് ചീര നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. പിന്നെ തക്കാളി, മുളക്, വെണ്ട, പുതിന, മല്ലി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തക്കാളിയൊക്കെ നമ്മൾ നടുമ്പോൾ ഗ്രോ ബാഗിൽ നടുന്നതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് വെയിൽ കിട്ടണം, പക്ഷെ തണലത്തോട്ട് ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ്. കാരണം കൂടുതൽ വെയിലടിച്ച വാട്ടർ രോഗങ്ങൾ എല്ലാം വരാൻ കുറച്ച് ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് വെള്ളരിയിൽ നട്ടാലും വാട്ടർ രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ വാട്ടർ രോഗങ്ങൾക്ക് എതിരായിട്ട് നമുക്ക് സൂഡോമോണസ് ലായനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തെ കലക്കി നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, എല്ലാവരും സ്പ്രേ ചെയ്തും കൊടുക്കാം. അതേപോലെ ഇപ്പൊ വെള്ളരികളാണെങ്കിൽ അതിന്റെ വള്ളിയിലൊന്ന് നമ്മൾ തണലുള്ള ഭാഗത്തേക്ക് ഒന്ന് വിട്ടുകൊടുക്കുന്നത് നല്ലതാണ്. അടുത്ത് വേനൽക്കാല കൃഷി പരിപാലന മുറകളാണ്. വേനൽക്കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കും. വെയിലല്ലേ, നല്ല ചെടികൾക്ക് നല്ല വെള്ളം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത്. നമുക്ക് തവണയായിട്ട് രാവിലെയോ വൈകിട്ടോ നമുക്ക് വെള്ളം ഒഴിക്കാം. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഗ്രോ ബാഗിലായാലും മണ്ണിലായാലും ശരി, നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ കൂടെ മിനറൽസ് എല്ലാം ഒലിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ഇപ്പൊ നമ്മള് പോർട്രയിൽ തന്നെ നടുവാണെങ്കിൽ തന്നെ വെർമി കമ്പോസ്റ്റ് വെച്ചിട്ട് നിറച്ചിട്ട് നമ്മൾ സീഡ്സ് ഇട്ട് കൊടുക്കുമ്പം എപ്പോഴും പോർട്രേ ഒരു 3/4 ഭാഗം മാത്രം നിറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഒരിക്കലും മുഴുവൻ വെർമി കമ്പോസ്റ്റ് നിറച്ചിട്ട് വിത്ത് നട്ടു കൊടുക്കരുത്. 3/4 ഭാഗം മാത്രം നിറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത കാര്യം, ഷെയ്ഡ് നെറ്റോ ഗ്രീൻ നെറ്റോ ഉപയോഗിക്കുക. കൂടുതൽ സൂര്യപ്രകാശം ചിലപ്പം ചെടികൾക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാം, പുതയിടുക എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ മണ്ണ് കഴിഞ്ഞ ചെടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പം ജലാംശം നഷ്ടപ്പെടാതിരിക്കണം ചെടിയിൽ. അതിന് ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് പുതയിടുന്നതെന്ന് പറയാം. നമുക്ക് പുതയിടുന്നത് പല രീതിയിൽ ചെയ്യാം. ഒന്ന് തൊണ്ടുകൊണ്ട്, അതായത് തേങ്ങയുടെ തൊണ്ടുകൊണ്ട് നമുക്ക് പുതയിടാം. പിന്നെ കരിയിലകളാണ്. ഇപ്പൊ നാട്ടിൻ പ്രദേശത്താണെങ്കിൽ ഒരുപാട് കരിയിലകൾ ഇപ്പം ഈ സീസണിൽ കാണും. അപ്പോൾ കരിയില കൊണ്ട് നമുക്ക് പുതയിടാം. പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ അരിഞ്ഞതിന്റെ ബാക്കികൾ കാണും, അതുകൊണ്ട് നമുക്ക് പുതയിടാം. ഇപ്പൊ ടൗൺ ഏരിയാസിലാണെങ്കിൽ ഈ കരിയില പോലെയുള്ള നമുക്ക് കിട്ടത്തില്ല, എങ്കിൽ നമുക്ക് ചകിരിച്ചോറ്. ഇപ്പൊ എന്ത് ഇടുമ്പോഴും കറക്റ്റ് ചെടിയുടെ മൂട്ടിക്കൊണ്ടിടരുത്. ചെടിയിൽ നിന്നും മാറി ഒരു കുറച്ച് അകലത്തിൽ വേണം വട്ടത്തിൽ നമ്മൾ പുതയിട്ട് കൊടുക്കാൻ. പുതയിട്ട് കൊടുക്കുമ്പോൾ ഈ ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പുതയിട്ട് കൊടുത്താൽ വേറൊരു ഗുണം എന്ന് പറയുന്നത് കൂടുതൽ കളകൾ ഉണ്ടാവത്തില്ല. ഇപ്പൊ നമുക്ക് നട്ടുടനെ വേണമെങ്കിലും കരിയിലകൾ കൊണ്ട് നമുക്ക് പുതയിട്ട് കൊടുക്കാം. കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതലായിട്ട് കരിയില നമുക്ക് ഉണ്ടെന്ന് വെച്ച് കുറെ കരിയിലകൾ ഇടരുത്, കുറച്ച് മാത്രം ഇടുക. പിന്നെ കൂടുതൽ കരിയില ഇട്ടാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒച്ചകൾ കൂടുതൽ ഉണ്ടാവും, അതടുത്ത് വേറെ പല കീടങ്ങൾക്കും വഴിവെക്കും. അതുകൊണ്ട് കുറച്ച് കരിയില മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ കരിയില കൂടുതൽ ഇട്ടാലും ഉറുമ്പുകളുടെ ശല്യവും കൂട്ടും. അതുകൊണ്ട് കുറച്ച് മാത്രം കരിയിലകൾ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ശീമക്കൊന്ന നല്ലൊരു
പുതിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഷീമക്കൊന്ന ഉപയോഗിക്കാം. ഷീമക്കൊന്ന എന്ന് പറയുന്നത് അതിൽ കുറച്ച് നാച്ചുറലി ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഇട്ട് കൊടുത്താൽ അതൊരു ജൈവ കീടനാശിനി പോലെ പ്രവർത്തിക്കും. അതായത് കീടങ്ങളൊക്കെ എതിരായിട്ട് ചെടികളെ നമ്മൾ സംരക്ഷിക്കുക. അതുകൊണ്ട് ഷീമക്കൊന്ന നല്ലൊരു പച്ചില വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഗ്രോ ബാഗുകൾ സിമെന്റ് തറയിലാണ് വെക്കുന്നതെങ്കിൽ ഒന്ന് ഉയർത്തി വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഗ്രോ ബാഗിൽ നിന്ന് മോളിൽ നിന്ന് വരുന്ന ചൂടും സിമെന്റ് തറയിൽ നിന്ന് കിട്ടുന്ന ചൂടും കൊണ്ട് ചെടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒന്ന് ഉയർത്തി വെക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ പോർട്രയിലാണ് നടുന്നതെങ്കിലും പോർട്രയുടെ അടിവശവും കൂടെ ഒന്ന് ചെറുതായിട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ നീരൂട്ടി കുടിക്കുന്ന പ്രാണികൾ ഉണ്ടാവുന്ന സമയമാണ് ഇത്. അപ്പൊ നമ്മള് ഒരാഴ്ചയിലൊരിക്കലും 2 ആഴ്ചയിലൊരിക്കെങ്കിലും വേപ്പെണ്ണ, ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതോ ഗോമൂത്ര കാന്താരി മിശ്രിതോ അങ്ങനെ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി ഉപയോഗിക്കാം. നമുക്ക് ഫിഷ് അമിനോ ആസിഡ്സ് ഒക്കെ ഉപയോഗിക്കാം, നല്ലപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഏത് ജൈവ കീടനാശിനിയാണ് ഉള്ളത് അതൊന്നും ഉപയോഗിക്കാം. കാരണം നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഇപ്പൊ വേനൽക്കാലത്ത് കൂടുതലായിട്ട് ഉണ്ടാവും, അതിനെതിരായിട്ടാണ്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇലകളുടെ മോള് വശവും മുകളിലും താഴെയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം വെള്ളീച്ചകളൊക്കെ ഇലകളുടെ അടിയിലായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ വെള്ളം നല്ല ഫോഴ്സിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് പോകുന്നതാണ്. അതുകൊണ്ട് ഇലകള് മുകളിലും അടിവശത്തും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ ഒരിക്കലും അമിത വളങ്ങള് നമ്മൾ ഇട്ട് കൊടുക്കരുത്. ഇപ്പൊ അതേപോലെ തന്നെ പച്ചച്ചാണകം ഒന്നും കൂടുതൽ കൊണ്ടുവന്ന് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത്. കാരണം പച്ചച്ചാണകത്തിൽ ചൂട് കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും പച്ചച്ചാണകം കൂടുതൽ കൊണ്ടുവന്ന് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത്. പച്ചച്ചാണകം വേണമെന്നുള്ള ചെടികൾക്ക് ഡൈല്യൂട്ട് ചെയ്ത് നല്ലപോലെ നേർപ്പിച്ച് ഒഴിക്കാവുന്നതാണ്. അല്ലാതെ ഒരിക്കലും കുറെ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്ന് പച്ചച്ചാണകം ചെടികളിൽ ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മള് ട്രെയിന്ന് ഗ്രോ ബാഗിലോട്ട് അല്ലെങ്കിൽ മണ്ണിലോട്ട് എടുത്ത് നടുമ്പോൾ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ഷോക്കുന്ന പോലത്തെ ഒരു സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ചെടികൾക്ക്. അപ്പൊ അതിനെതിരായിട്ട് നമുക്ക് കറ്റാർവാഴ ഹോർമോണോ മുരിങ്ങയില ഹോർമോണോ അതൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കമ്പോസ്റ്റോ ചാണകമോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ചാണകം ഇല്ലെങ്കിൽ നമുക്ക് ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള കമ്പോസ്റ്റ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ വേനൽക്കാലത്ത് സംരക്ഷിക്കേണ്ടതാണ്. മെയിൻലി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതലായിട്ട് നമ്മൾ വെള്ളം ഓവറായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കരുത്. ആവശ്യത്തിന് മാത്രം. അതായത് കൂടുതൽ നമ്മൾ വെള്ളം കൊടുത്താലും അതിലുള്ള പോഷകങ്ങളൊക്കെ ഊർന്നു പോകും. ലീച്ച് ഔട്ട് ചെയ്യാനാണ് അതിന് പറയുന്നത്. കൂടുതലായിട്ട് അത് ഊർന്നു പോകും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളരി വർഗ്ഗങ്ങളിലാണെങ്കിൽ വാട്ടരോഗം വരുന്ന സമയമാണ്. അതുകൊണ്ട് അതിന്റെ വള്ളികൾ തണലുള്ള സ്ഥലത്തോട്ട് പടർത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. വാട്ടരോഗങ്ങൾ വരുന്നതാണെങ്കിൽ നമുക്ക് സീഡോമോണസ് ലായനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് തളിച്ചു കൊടുക്കുന്ന ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ജൈവ കൃഷിയിലായാലും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഈ ബയോ കൺട്രോൾ ഏജൻസിനെയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഈ ട്രൈക്കോഡർമ, സീഡോമോണസ്, വാം ഇതൊക്കെ, അതായത് ഈ കുരുമുളകിലെ ദ്രുതവാട്ടമൊക്കെ മാറാനൊക്കെ ഈ ബയോ കൺട്രോൾ ഏജൻസ് ഒക്കെ നമ്മൾ നല്ലതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണെന്ന്. പക്ഷെ ഇതിൽ കയറിയിട്ടുള്ള ആർക്കെങ്കിലും ചിലപ്പോ അവര് കൃഷിത്തോട്ടമൊന്നും തുടങ്ങിയിട്ടില്ലാത്ത ആളായിരിക്കും. അവർക്കൊക്കെ പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയത്. എന്തായാലും അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിരിക്കും. ഇന്ന് ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ആണ് എന്ന് വിചാരിച്ച് മാത്രമാണ് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതിന്റെ റിപ്ലൈ അവിടെ തരുന്നതായിരിക്കും. എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയാണോ അല്ലെങ്കിൽ അടുക്കള തോട്ടത്തിൽ എന്തെങ്കിലും പറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചാറ്റ് ബോക്സിൽ ഇടുകയോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമന്റ് ആയിട്ടായാലും ഇട്ടാൽ മതി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുക്കളത്തോട്ടം ഇതിന്റെ നോട്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കർഷക കൂട്ടായ്മ ഗ്രൂപ്പുകളിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഉള്ള എന്ത് തരത്തിലുള്ള സംശയങ്ങളാണ് ചോദിക്കാം.
രശ്മി അത് രശ്മി ചോദിക്കാം. അത് ആ ഗ്രൂപ്പിലൊന്ന് മാമിനോടൊക്കെ ചോദിക്കാനുണ്ട്. അതായത് ഞാന് വഴുതണ ഒത്തിരി കൃഷി ചെയ്തു. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ അതിന്റെ ഇലകളെല്ലാം വാടി പൂക്കൾ കായ് പിടിച്ചുകൊണ്ട് തുടങ്ങിയതാ. പൂക്കളൊക്കെ ധാരാളം വന്നതാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അതിന്റെ ഇലകളെല്ലാം കൂടി അങ്ങ് വാടി കൊഴിഞ്ഞ് ചെടി ആകെ അങ്ങ് നശിച്ചു പോയി. എന്താണ് അതിന് കാരണം? കാവ്യ, ഇതിന്റെ നമ്മുടെ നോളജ് സെന്ററിൽ തന്നെ ഉള്ള ഡീറ്റെയിൽഡ് റൈറ്റപ്പ് ഉണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ളത്. അത് ഈ ക്ലാസ്സിന് ശേഷം ഈ വാർഷിക കൂട്ടായ്മയിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സംശയങ്ങളും ചോദിക്കാം. ഡീറ്റെയിൽഡ് റൈറ്റപ്പ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് ലഭ്യമാകും. അത് നമുക്ക് സമയപരിമിതി ഉണ്ട് ഈ സംശയ നിവാരണത്തിന്. അതുകൊണ്ടാണ് നിങ്ങളോട് ആ കൺസേൺഡ് ഗ്രൂപ്പിൽ കമന്റ് ആയിട്ട് ചോദിക്കാൻ പറയുന്നത്. രശ്മിയുടെ സംശയം ഓൾറെഡി ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോളജ് സെന്ററിൽ നിന്ന് അത് ലഭ്യമാകും. അടുത്ത ക്ലാസ് വരുന്നത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ചത്തെ ടോപ്പിക് വരുന്നത് ഹൗ ടു മാർക്കറ്റ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗ് സഹായവും അതിന്റെ വിപണന സാധ്യതയെ പറ്റിയാണ് അടുത്ത ക്ലാസ് നടക്കുന്നത്. ഇതിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.